കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഒരു കാര്യം പരിചയപ്പെടുത്താനാണ്. ഞാനും എൻ്റെ സഹോദരങ്ങളും കൂടെ ഞങ്ങൾ ചെറുപ്പകാലത്ത് കളക്ട് ചെയ്ത ഒരു സ്റ്റാമ്പ് കളക്ഷനാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ വളരെ കെയറിങ്ങോടെ വെച്ചിരിക്കുന്നൊരു സാധനമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒത്തിരി പഴകിയതാണ്. എന്നുവെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 10-26 വർഷമായി. അപ്പം അതിന് മുന്നേ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സ്റ്റാമ്പ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളെ ഞാനിത് കാണിക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പേജാണിത്. സ്റ്റാമ്പിൻ്റെ കളക്ഷൻ്റെ ഒരു ആൽബമാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒത്തിരി പഴയതാണ്. അല്പം ചെതലൊക്കെ എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചെതലല്ല, ഈ ഒരു ജീവിയുണ്ട് ഇവിടൊക്കെ, വാൽമുട്ട എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അത് തിന്നെയാണെന്ന് തോന്നുന്നു. ഞാനിത് ഷോക്കേസിലൊക്കെ വെച്ചിരുന്നതാണ്. ഇതാണ്ട് കണ്ടത് നിങ്ങൾക്കാണ്, പേപ്പർ തിന്നിട്ടുണ്ട്. ഒരു ജീവിയുണ്ട്, പേപ്പർ തിന്നുന്നൊരു ജീവി, അത് കഴിച്ചയാണെന്ന് തോന്നുന്നു. എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇന്ത്യൻ മെയ്ഡ്, നമ്മുടെ ഇന്ത്യൻ സ്റ്റാമ്പാണ് കേട്ടോ. ഇന്ത്യ മെയ്ഡ് സ്റ്റാമ്പാണ്. അതാണ് ഞാൻ ഫ്രണ്ട് പേജിൽ വെച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഈ സ്റ്റാമ്പൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നോക്കിക്കേ, ഓർമ്മ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. നെക്സ്റ്റ് പേജ് എടുക്കാം. ഇതെന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിലെ സ്റ്റാമ്പുകളുണ്ട്. ഞാൻ ഓരോ സ്ഥലങ്ങളിലെയും സ്റ്റാമ്പുകൾ പ്രത്യേകം അങ്ങോട്ട് പരിചയപ്പെടുത്താൻ പറ്റില്ല. കാരണം എല്ലാ രാജ്യങ്ങളിലെയും സ്റ്റാമ്പുകളുണ്ട്. എല്ലാ കൺട്രീസിലെ സ്റ്റാമ്പുകളും ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പേരാണ്. സഹോദരങ്ങൾ 3 പേരും പല സ്കൂളിലൊക്കെ നമ്മള് ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ, അന്നൊക്കെ ഈ ലെറ്റർ കൂടുതൽ ആൾക്കാർ അയക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ ഈ അവരുടെ പേരൻസൊക്കെ ഗൾഫിലൊക്കെ ഉള്ളവരും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവരും ഒക്കെ അവർ ലെറ്ററൊക്കെ അയക്കുമ്പം അതിലുള്ള സ്റ്റാമ്പുകൾ ഇളക്കി എടുത്ത് കൊണ്ടുതരും. അങ്ങനെ ഞങ്ങൾ ഈ ആൽബത്തിൽ ശേഖരിച്ചു വെക്കും. അങ്ങനെ ശേഖരിച്ചതാണ് ഇതെല്ലാം. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗാണ്ട എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഉൾപ്പെടെയുള്ള സ്റ്റാമ്പുകളുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കളക്ഷൻ അത്രയ്ക്കും ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാം. ഇനിയുണ്ട് ന്യൂസിലൻഡ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്ഥലങ്ങളുടെ, ഇന്ത്യൻ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലെ സ്റ്റാമ്പുകളുണ്ട്. എല്ലാം പേരെടുത്ത് പറയാനായിട്ട് ഇപ്പോൾ പറ്റില്ല, കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഓരോന്നും ഇങ്ങനെ വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കാണാമല്ലോ, ഇത് ബെഹറിലെ സ്റ്റാമ്പാണ്. ഈ ഒരു സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ അത് കാണുമ്പോഴേ അറിയാം അല്ലേ, അവിടുത്തെ കിരീടാവകാശിയുടെയൊക്കെ ഫോട്ടോസ് കാണാം. പിന്നെ എന്താ പറയുന്നത്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിൽ നോക്കിയാൽ ഓരോ സ്ഥലങ്ങളുടെയും പേര് ചെവിന് കാണാൻ പറ്റില്ല, ചെറിയ അക്ഷരമായതുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് പേജ് കാണിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ജീവി തിന്നുന്ന. ഈ കാണുന്നതാണ് ഉഗാണ്ടയുടെ സ്റ്റാമ്പ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കാണുന്നതാണ് ഉഗാണ്ടയുടെ സ്റ്റാമ്പ്. ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഞങ്ങൾ ഈ ഒരു കളക്ഷന് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാ രാജ്യങ്ങളുടെയും ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം, ഓരോ രാജ്യങ്ങളുടെയും സ്റ്റാമ്പുകളുടെ പേര് ഞാനെടുത്ത് നോക്കിയിട്ട് തന്നെ പറയാം. അപ്പോൾ നെക്സ്റ്റ് പേജ് കാണിക്കാം. കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ സ്ട്രെയിൻ എടുത്തിട്ട് കിട്ടിയതാണ് ഇതെല്ലാം. ഇത് നമ്മൾ സ്കൂളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന സ്റ്റാമ്പാണ്. അതുവരെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റാമ്പിൻ്റെ കളക്ഷൻ. ആ പേജിലോട്ടില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കളക്ഷൻ ഞാൻ കാണിക്കാം. പിന്നെ ഇതിൽ ഓരോ സ്ഥലങ്ങളുടെ സ്റ്റാമ്പുകളുടെയൊക്കെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ഇതെല്ലാം ഇന്ത്യൻ സ്റ്റാമ്പ്, ഇന്ത്യയുടെയാണ്. മൊത്തം സ്റ്റാമ്പുകളും ഒരു പേജ് നിറയെ ഫ്രണ്ട് പേജിൽ വെച്ചിരിക്കുന്നത്. സെക്കൻഡ് പേജിലെ ഇത് ഒമാന്,
പിന്നെ ബഹ്റൈന്, പിന്നെ ഗിനിയ, പിന്നെ ഓസ്ട്രേലിയ, ഒമാനിയ, പിന്നെ ഒമാനിലെയാണല്ലേ? ഓക്കെ, ഇതൊക്കെ ഒമാനിലെയാണ്. ഇത് സൗദി അറേബ്യ, ഇത് ഓസ്ട്രേലിയ, കാനഡ സ്റ്റാമ്പ്, കാനഡ കണ്ടോ? കാനഡ സൂം ചെയ്തൊക്കെയാണ്. ഇത് ഓസ്ട്രേലിയ. ഇതൊക്കെയെന്ന് പറഞ്ഞാലെല്ലാം ചെവിയിൽ കാണത്തില്ല. ഫിലിപ്പീൻസ് സ്റ്റാമ്പ്, ഇതൊക്കെ ഫിലിപ്പീൻസിലെയാണ്. ചെവിയിൽ കാണില്ല, നമുക്ക് ആ പേര് നമുക്ക് സൂം ചെയ്ത്. കൊറിയൻ സ്റ്റാമ്പ്, കൊറിയ. സിംബാബ്വെ. പിന്നെ ഉള്ളത് നെക്സ്റ്റ് പേജിലേത് ഇത് നമുക്ക് ഇതില് കൊച്ചു പേരിലാണല്ലോ സ്റ്റാമ്പിലെ പേര്, ഏത് രാജ്യത്തെയാണെന്ന് വായിക്കാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, എസ്പാനിയ ഒക്കെ അങ്ങനെ ഒരു സ്ഥലം. റഷ്യ, പിന്നെ ഒക്കെ സൗദി അറേബ്യയാണ്. അപ്പൊ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. വത്തിക്കാൻ സിറ്റി, ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ, എല്ലാം ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല, സോറി. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെയൊക്കെ സ്റ്റാമ്പുകളാണ്. പിന്നെ മറ്റ് ഒരുപാട് രാജ്യങ്ങളുടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബഹ്റൈനാണെന്ന്. ഇത് പാകിസ്ഥാന്റെ സ്റ്റാമ്പ്, പാകിസ്ഥാൻ. ഇത് ഇറ്റലിയോ? അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ചെവിന് വായിക്കാൻ പറ്റാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്. ഉഗാണ്ടൻ സ്റ്റാമ്പിന് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. ഉഗാണ്ട. ഇതൊക്കെ സ്ഥലങ്ങളുടെ ആണെന്ന് അത്ര വ്യക്തമാവുന്നില്ല. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ സ്റ്റാമ്പ് കളക്ഷൻ ഇഷ്ടപ്പെട്ടവരൊക്കെ, ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ കുഞ്ഞുനാളിലെ ഹോബി എങ്ങനെയുണ്ട്, കൊള്ളാമോ? കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഹോബികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ഹോബി, എൻ്റെയും ഞങ്ങൾ 3 പേരാണ് മക്കളുള്ളത്, സഹോദരങ്ങളായിട്ടുള്ളത് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഹോബി ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ ഹോബികൾ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ഇത്രയും ചെയ്യണം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.